ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഇത് കണ്ടിട്ടാണ് ട്ടാ. നല്ലൊരു ഭംഗിയായിരുന്നു ട്ടോ. പണ്ടൊക്കെയല്ലേ ഇങ്ങനെ കാണാൻ പറ്റാ. ഇപ്പൊ ഇതൊക്കെ എവിടെ കാണാനാ? അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ പോയിട്ടാ. ചായ അളന്നിട്ട് വെക്കാണ് ട്ടാ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്കുള്ള ക്യാബേജ് അരിഞ്ഞ് വെക്കാണ് ട്ടാ. ഇതിൻ്റെ ഒരു സീക്രട്ട് പറഞ്ഞുതരാം ട്ടോ. ഇതൊരു ടേസ്റ്റ് വരാനായിട്ട് നല്ലോണം നൈസായി അരിഞ്ഞിട്ട് അതിലേക്ക് സവോള ആവശ്യത്തിന് എന്താണ് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലോണം ഞെരടിയിട്ട് വേണ്ട ചെയ്യാനായിട്ട്. എന്നിട്ട് ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ബീഫ് കൂടി റെഡിയാക്കുന്നുണ്ട് ട്ടാ. ഇതൊക്കെ നമ്മൾ കാലത്ത് 9 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ റെഡിയാക്കുന്നുണ്ട്. എല്ലാ പണികളും നമ്മൾ സ്കൂളുള്ളതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ തന്നെ തീരും ട്ടോ. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് മെസ്സേജ് ഇട്ടാണ്ട് നിൽക്കുക. ദേ ഒരു ഫോട്ടോ അയച്ചിട്ട് വേണോന്ന്. പിന്നെ വേണ്ടാന്ന് പറയും. ഒന്നും നോക്കിയില്ല. അങ്ങനെ കൊണ്ടുവന്നു ട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ട്ടോ കാണാനായിട്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു വാച്ച് തന്നെയായിരുന്നു ട്ടോ. അങ്ങനെ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്. ഭയങ്കര ഭംഗിയാണ് ട്ടോ. പിന്നെ ഒരു ക്രോക്സ് അതും കൂടി ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ട്ടോ. അതും ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അതും വൈറ്റ് തന്നെ വേണമെന്നായിരുന്നു ട്ടോ. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരല്ലേ. ഇപ്പോൾ അത് വീണ്ടും നമ്മുടെ നാട്ടിൽ ട്രെൻഡായിട്ടാ. ഇടയിൽ പോയതായിരുന്നു വീണ്ടും ട്രെൻഡായി. അങ്ങനത്തെ നമ്മുടെ ക്രോക്സും കൂടി കിട്ടി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ആ ഒരു പൊമ്മക്കുട്ടിയും ആ ഒരു തേങ്ങയൊക്കെ വെച്ചിട്ട് അങ്ങനെ അതുകൂടി കിട്ടിയിട്ടാ.